സജന ശരിക്കും ഒരു തൊട്ടാവാടിയാണ്. തൊട്ടാവാടിയൊന്നുമില്ല, അവള് നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയല്ലേ. തൊട്ടാവാടിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇട്ടോന്ന് കാണിച്ച് പേടിപ്പിക്കാനൊന്നും പറ്റുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. നല്ല ബോൾഡായിട്ടുള്ള ആ ബോൾഡ്നെസ്സിനെ ഒന്നുകൂടെ ഞാൻ ബോൾഡാക്കി എടുത്ത, അതായത് എൻ്റെ കൂടെ നടന്നപ്പോൾ ഒന്നുകൂടെ ബോൾഡായിട്ടേ ഉള്ളൂ. ഒരിക്കലും തൊട്ടാവാടിയൊന്നുമില്ല. അവൾക്ക് കുട്ടിത്തമുണ്ടെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവൾക്കറിയാം. പിന്നെ അങ്ങ് ഈ സംഭാഷണം മാത്രം കുറച്ച് ഈ പറഞ്ഞ കണക്ക് വായി വരുന്ന അങ്ങ് സംസാരിക്കുക, അതിൻ്റെ റിയൽ അർത്ഥം മനസ്സിലാക്കിയിട്ടായിരിക്കും ചില വാക്കുകൾ. അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അവൾ ചിലപ്പോൾ ചില വാക്കുകൾ പറയുമ്പോൾ അതിനെന്താണ് അതിൻ്റെ ഇന്നർ മീനിങ് ഒക്കെ ഉണ്ടെന്നൊന്നും മനസ്സിലാക്കി സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. മനസ്സിലായി. അപ്പോൾ പഴയ ഇൻ്റർവ്യൂവിലൊക്കെ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച ഇതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിനെ കൂട്ടിച്ചേർക്കുമായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള പഴയ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പഴയ ഞങ്ങൾ തമ്മിലുള്ള പ്രോഗ്രാം, ബിഗ് ബോസ് പോലും എന്തെങ്കിലും ആൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണെന്ന് എനിക്കറിയാം. മനസ്സിലായി. ചില വാക്കുകളുടെ കറക്റ്റ് അർത്ഥങ്ങളൊന്നും പുള്ളിക്ക് അറിയില്ല. ഒരാൾ എങ്ങനെ എടുക്കുമെന്നൊന്നും അറിയില്ല. മനസ്സിലായോ? കൃത്യമാണ്. ഈ സജനയുടെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം പല രീതിക്ക് പല സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. പല രീതിക്ക് വാർത്തകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് മറുപടിയായിട്ട് ഫിറോസ് വന്നു അത് വേറെ രീതിക്ക് ആഘോഷിക്കുന്നു. ഇതല്ല, ഇന്നൊരു സോഷ്യൽ മീഡിയ കണ്ടപ്പോൾ കണ്ടത് സജനയുമായിട്ട് ഫിറോസ് പിരിയാനുള്ള കാരണം ഇതൊന്നുമല്ല, നെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. പക്ഷെ അത് അങ്ങനെയാണ് പറയുന്നത്, മനസ്സിലായി, നെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. പക്ഷെ ഒന്നുമില്ല. ഫിറോസ് പറഞ്ഞു, സജന പറഞ്ഞു ഒന്ന് തന്നെ. എന്തിനാ തംബ്നെയിലുകൾ ഞാൻ അതൊക്കെ പറഞ്ഞതുകൊണ്ട് അവിടെ പറയാത്ത, വേറെ ചാനലിൽ പറഞ്ഞുകൊണ്ടാണ്. തംബ്നെയിൽ പോലും ഇട്ട് തെറ്റിദ്ധരിപ്പിച്ച് ഈ അവരൊക്കെയാണ് പറഞ്ഞോളൂ. ഈ മാധ്യമങ്ങളുടെ പലരുമാണ്, എല്ലാ മാധ്യമങ്ങളെയും പറയുന്നില്ല, നല്ല മാധ്യമങ്ങളും ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഈ ഷിയാസിന്റെ ഫോട്ടോ ഒക്കെ ഇവരാണ് കൊണ്ടുവച്ചിട്ട് ഒരു കാര്യവുമില്ലാതെ പറന്നുപോയ ഒരാളെ പിടിച്ചിനകത്ത് ഉണ്ടാക്കിയത്. ഈ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇതേ ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് അവിഹിത ബന്ധം പൊക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഷിയാസിന്റെ ഫോട്ടോ, സജനയുടെ ഫോട്ടോ, എൻ്റെ ഫോട്ടോ പറഞ്ഞു തരുമ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളുള്ളൂ, അതിനപ്പുറം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ കാശുണ്ടാക്കുന്ന മോശമായ അഭിപ്രായം എന്നാണ് എൻ്റെ. നമ്മളും ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ആളാണ്, ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ഇതിനകത്തുള്ളതാണ്. പക്ഷേ ഒരു എത്തിക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. നമുക്ക് ക്യാച്ചിങ് വേർഡുകളൊക്കെ കൊടുക്കാം. ക്യാച്ചിങ് വേർഡ് കൊടുത്ത ഇതൊരു എൻഡ് ഓഫ് ദ ഡേ ഒരു ബിസിനസ് തന്നെയാണ്. ഇപ്പം ചാനൽ, ഇപ്പം ഞാനിവിടെ വന്നെങ്കിൽ പോലും, നമ്മൾ പരിചയം ഉണ്ടെങ്കിൽ പോലും, ഇപ്പം ഫിറോസ് ഖാൻ എന്ന വ്യക്തി സേവ് ചെയ്യാനല്ല ഒരിക്കലും നമ്മൾ ഇതുണ്ടാക്കുന്നത്. ഇത്രയും ക്യാമറ, ഇത്രയും സെറ്റപ്പ്, നമ്മൾ ഇതൊരു വർക്കാണ്. അത് എനിക്ക് മനസ്സിലാക്കാനുള്ള ഇത് എനിക്കുണ്ട്. ഇപ്പം ഞാനൊരു ചാനൽ തുടങ്ങിയാലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്കൊക്കെ വേണ്ട ഒരു കോമൺ ഫാക്റ്റ് ഉണ്ട്, എത്തിക്സ് എന്ന് പറഞ്ഞിട്ട്. മനുഷ്യൻ്റെ ഹൃദയത്തെ എടുത്തിട്ട് നമുക്ക് കീറി മുറിച്ച് കളിച്ച് കാശുണ്ടാക്കുന്നത് ഒരു നല്ല നടപടിയല്ല. മനസ്സിലായി. നമുക്ക് ഒരു എത്തിക്സ് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. അത് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുമുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഒരു നോർമൽ ഒരു വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഓഡിയൻസ് വരില്ല. അവിടെ ചില ക്യാച്ചിങ് വേർഡ് കൊടുക്കണം. അതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിനെ കീറി മുറിച്ച് അത് ഒരു വികൃതമാക്കിയിട്ട് അതിനെ വിറ്റ് കാശാക്കാൻ നിൽക്കുന്നതാണ്. അതൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. അതെന്ത് എത്തിക്സാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.